സുരേഷ് ഗോപി ഒരു MP ആയിട്ട് അവിടുന്ന് എലക്റ്റഡ് ആയിട്ട് വരണം. വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്നുള്ളതിൻ്റെ മുഖച്ഛായങ്ങ് മാറ്റും. ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ ചേർന്നുകൊണ്ട് സുരേഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അണെത്തിക്കൽ വേ ഓഫ് അപ്രോച്ച് മേ ഹാപ്പൻ. പക്ഷേ സുരേഷിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം സ്ത്രീ സമൂഹങ്ങളുണ്ട്, അമ്മമാരും പെങ്ങന്മാരും. ആ സമയത്ത് സിനിമകൾ കുറവാണെങ്കിലും ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ആളുകൾ പറയും സുരേഷ് വല്ലാതെ പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വാങ്ങിക്കുന്നതിൻ്റെ 50% തൻ്റെ മുകളിലെ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരിലാണ് വാങ്ങിക്കുന്നത്. ദിലീപിന് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഹിന്ദി പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. ദിലീപിൻ്റെ ടൈമിങ് കണ്ടിട്ട് അവരും അന്തം വിട്ടിട്ടുണ്ട്. നമസ്കാരം. ഇന്നത്തെ ഹോട്ട് ടോപ്പിക് സിനിമയും അതോടുകൂടിയിട്ട് രാഷ്ട്രീയവും ഒരുമിച്ച് പോകുന്ന കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരനായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. ബേസിക്കലി ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നെ ഭയങ്കര ഇമോഷണലുമാണ്. അതൊക്കെയാണ് ഈ പ്രശ്നം. ചില സ്ഥലത്ത് ഞാൻ അറിയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നത് എവിടേക്കോ വേണ്ടാത്ത സ്ഥലത്ത് ഭയങ്കര ഇമോഷൻ കയറ്റിക്കും. ചില സ്ഥലത്ത് നമ്മൾ ശക്തമായിട്ട് നിൽക്കേണ്ടിടത്ത് പോലും സുരേഷിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ ചേട്ടാ അത് അവർ ചെയ്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ സുരേഷിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അത് പലപ്പോഴും പബ്ലിക് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് നോ ഹീസ് ടെലിങ് അതങ്ങനെയല്ല സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതൊക്കെ കേൾക്കാറുണ്ട്, മിണ്ടാതിരിക്കും. അത് കറക്റ്റല്ലേ എന്നുള്ളൊരു തോന്നൽ എന്നെ ഒരു ജ്യേഷ്ഠസ്ഥാനത്ത് കാണുന്നതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം സുരേഷ് ഒരു ഇലക്ഷൻ നിൽക്കാൻ പോവാണ്. ഒരു രാജ്യസഭ MP ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല രാജ്യസഭാ MPമാരും ഇവിടുന്ന് പോകുന്നുണ്ട്. പലരും വലിയ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല, ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷേ ഇദ്ദേഹം ആ സമയത്ത് സിനിമകൾ കുറവാണെങ്കിലും ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ആളുകൾ പറയും സുരേഷ് വല്ലാതെ പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ആ വാങ്ങിക്കുന്നതിൻ്റെ 50% തൻ്റെ മുകളിലെ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരിലാണ് വാങ്ങിക്കുന്നത്. അത് ലക്ഷ്മിയുടെ പേരിൽ അത് കഴിഞ്ഞിട്ട് ഈ ചാരിറ്റി മുഴുവൻ നടത്തുന്നു. ഈ ചാരിറ്റി എത്രത്തോളം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കണക്കുമില്ല. പല സ്ഥലത്തും ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തികയാതെ വരുന്ന സമയത്ത് സുരേഷ് ലക്ഷങ്ങളെടുത്തിട്ട് സ്വന്തം ചാരിറ്റി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം. ആദിവാസി സ്ഥലങ്ങളിൽ വയനാട്ടിലും പാലക്കാടും അട്ടപ്പാടി സൈഡിലൊക്കെ സുരേഷ് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. പിന്നെ ചില മാധ്യമങ്ങൾ അതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഹൈലൈറ്റ് ചെയ്യില്ല. ഇത് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു തെറ്റാണല്ലോ. ഇപ്പം ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ അപ്പോയിൻറ്റഡ് ആസ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് BJP എന്നുള്ളതിൻ്റെ മുകളിൽ എനിക്ക് അതിൻ്റെ മുകളിൽ എന്നെ അക്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സുരേഷിനെ എനിക്കറിയാവുന്നതും അതുപോലെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്ത് വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആഗ്രഹം സുരേഷ് ഗോപി ഒരു MP ആയിട്ട് അവിടുന്ന് എലക്റ്റഡ് ആയിട്ട് വരണം. വന്നു കഴിഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ടു ഹോൾഡ് എ സോളിഡ് മിനിസ്റ്റീരിയൽ പവർ ഓവർ ദ അലോങ് വിത്ത് ദാറ്റ് തൃശ്ശൂർ എന്നുള്ളതിൻ്റെ മുഖച്ഛായങ്ങ് മാറ്റും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബിക്കോസ് അതില്ലാതെ തന്നെ അവിടെ 1 കോടിയോളമാണ് അവിടെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചിലവാക്കിയിരിക്കുന്നത് ആ മാർക്കറ്റ് വിപുലീകരിക്കാൻ. അപ്പോൾ അവിടുത്തെ ആളുകൾക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ ചെയ്യും, പവറുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ അതുപോലുള്ളൊരു വ്യക്തിയെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്കിവിടുത്തെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഡേർട്ടി ഗെയിമുണ്ട്. എന്ത് ചെയ്താലും ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ ഒന്നിച്ചിട്ടല്ല, ഇവിടെ ഞങ്ങൾ ശത്രുക്കളാണ് എന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും. സെൻട്രലിലും UPയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് എന്ന് പറയുന്ന. അപ്പോൾ ഇവരുടെ പാർട്ടിയുടെ പോളിസീസ് എന്താണെന്നുള്ളത് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്തിനു വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അച്ഛനെ മാറ്റി പറയാം അല്ലെങ്കിൽ അമ്മയെ മാറ്റി പറയാം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ഒരുമിച്ചല്ല, അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ പോളിസീസും ഈ അമേരിക്കയിലെ പോലൊരു സിസ്റ്റം വരേണ്ട സമയമായിരിക്കുന്നു. ഒന്നാമത്തെ നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പാർട്ടികൾ
തോന്നുന്നതിനെല്ലാം പാർട്ടി തുടങ്ങും. 10 പേര്, അതൊരു ഗുണ്ടാ തലവനാണെങ്കിലും മൂപ്പർക്ക് ഒരു പാർട്ടി തുടങ്ങും. ആ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാശ് പകുതി ഇങ്ങനെ ചാരിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സുരേഷ് ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഭയം എന്നുള്ളത് ഈ 2 പാർട്ടിക്കാരും കൂടെ ചേർന്നുകൊണ്ട് സുരേഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അണെത്തിക്കൽ വേ ഓഫ് അപ്രോച്ച് മേ ഹാപ്പൻ. പക്ഷേ അതിനകത്ത് പോലും സുരേഷിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം സ്ത്രീ സമൂഹങ്ങളുണ്ട്, അമ്മമാരും പെങ്ങന്മാരും. നിങ്ങളെന്ത് പറഞ്ഞാലും ശരി, അവിടെ നിങ്ങളിപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാമിലി ആയിരിക്കാം, പക്ഷെ അവിടെ പോയിട്ട് ചിലപ്പം ബൂത്തിനകത്ത് കുത്തുന്നത് സുരേഷിനായിരിക്കും. ഇവിടെ ഇപ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ ഇതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ എടുത്താൽ മതി. യോഗി ആദിത്യനാഥ് UP-യിൽ അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ആഫ്റ്റർ മുത്തലാഖിൻ്റെ ക്യാൻസലേഷന് ശേഷം കിട്ടിയിരിക്കുന്ന വോട്ട് മുസ്ലിം ഏരിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അമേസിംഗ് ആണ്. കാരണം എന്താണ്? അവിടെ ലേഡീസ് റിയലൈസ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ വിഷമിച്ചിട്ട് ഇരുന്നിരുന്ന ആ ഒരു സമൂഹത്തിനെ മുഴുവൻ കൈപിടിച്ചുയർത്തി ആ ഒരു ശക്തിയിലായിരുന്നു അവരും കൊണ്ട് കുത്തി. യോഗിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടോടുകൂടി ജയിച്ചില്ലേ. സോ ഇറ്റ് മേ ഹാപ്പൻ ഹിയർ ഇൻ ട്രിച്ചൂർ. അതല്ല ഇവർ രണ്ടുപേരും ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഞങ്ങൾ കുത്തല്ല ഞങ്ങൾ തന്നെ ജയിക്കാൻ നോക്കും. എനിക്കതിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അവിടെ മാത്രമാണ് ഞാൻ ചെറുതായിട്ടൊരു സംശയത്തിൽ നിൽക്കുന്നത്. അതല്ലെങ്കിൽ 100% സുരേഷ് ഗോപി ഈസ് ഗോയിങ് ടു വിൻ ഫ്രം ദ. ഇവർ ഇനി എന്തെങ്കിലും അത് ആ ഭാഷ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അണത്തിക്കലായിട്ട്, അത് ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ then you never know. But who will be the loser? The Thrissur will be the loser. കാരണം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് തൃശ്ശൂർക്കാർക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏത് BJP നേതാക്കന്മാർ ജയിച്ചാലും ശരി, അതിൻ്റെ ബെനിഫിറ്റ് ആ രാജ്യത്തിനാണ് കിട്ടാൻ പോകുന്നത്, ആ സ്റ്റേറ്റിനോ ആ ഡിസ്ട്രിക്റ്റിനോ ആണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂൻസിനാണ് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ പാവം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കിട്ടുന്ന കാശ് എത്ര കാലം നിങ്ങൾ MPയും ഇതൊന്നും അല്ല ആക്കാതെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും? നോട്ട് ലോങ്. അതുകൊണ്ട് എന്താണ്, ലൂസേഴ്സ് വിൽ ബി ദ പീപ്പിൾ ഹൂ വോട്ടഡ് എഗൻസ്റ്റ് ഹിം. നാളെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മുടെ ചുറ്റുപാടും നന്നായി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതായാലും BJPക്ക് തന്നെ ലോക്സഭയിലേക്ക് മാക്സിമം വോട്ട് ചെയ്ത്, അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ജയിപ്പിക്കേണ്ട കോൺഗ്രസ്സുകാരെ ആരെയും ജയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ പോയിട്ട് ഇവർ മറ്റേ ട്രോൾ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് 1-2 ആളൊഴിച്ച് ബാക്കി എല്ലാവരും അതുപോലെ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ട് പോരല്ല. നിങ്ങൾക്കൊന്നും ഒരു ഉപകാരം ഉണ്ടാവാൻ പറ്റുമെന്നുള്ളത് തോന്നരുത്. ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ടല്ല, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിക്കുകയാണ്. ഇത് തന്നെയായിരിക്കും ഞാൻ ക്യാമ്പയിനിലും സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ദിസ് ഈസ് വാട്ട് ഈസ് മൈ അനലൈസ് ആൻഡ് ദാറ്റ് പോർ മാൻ. സുരേഷ് ഗോപിനെ എത്രയോ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ എങ്കിലും ഇന്നും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫേവറേറ്റ് പെറ്റാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിൽ ഒരു ലോക്സഭ MP ആയിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഡെഫിനറ്റായിട്ടും ദാറ്റ് വിൽ ബി ഹാവിങ് എ റിയലി മൈ കെയറിങ് ചൈൽഡ് എന്നുള്ളത് വരും മോദിജിയുടെ കയ്യിൽ നിന്ന്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ ഫാമിലിക്കല്ല, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കാണ്. അതാണ് സുരേഷ് ഗോപിയും ഇലക്ഷനും സിനിമയും എല്ലാം കൂടെ കൂട്ടിമറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ്, സുരേഷ് അവൻ പോയിട്ട് സിനിമയ്ക്ക് പോകും, ഒരു പ്രശ്നമില്ല, കാശുണ്ടാക്കും, സുഖമായിട്ട് ജീവിക്കും. ഈ അധ്വാനത്തിൻ്റെ ആവശ്യമില്ല ഈ വയസ്സുകാലത്ത് ഓടാൻ. അപ്പം അതുകൊണ്ട് ആര് ചതിച്ചാലും ശരി, നിങ്ങൾ ജനങ്ങൾ അദ്ദേഹത്തെ ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ദ ബെനിഫിഷ്യറീസ്. സോ ബി എ പോസിറ്റീവ് മാൻ ടുവേഴ്സ് സുരേഷ് ഫോർ യുവർ ബെറ്റർ കേരള ടുമോറോ. ദിലീപിനെ വെച്ചിട്ട് ഞാനൊരു ഹിന്ദി പടം ചെയ്യുണ്ടായി. അത് ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദിലീപുണ്ട്, രാജ്പാൽ യാദവ് ഉണ്ട്, ശക്തി കപൂറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കീർത്തി ചക്രയിലത്തെ ഫരീദാജി, ഗുഫി പെൻഡിൽ, രാമായണത്തിൽ ശകുനിയായിട്ട് വന്നിട്ടുണ്ട് ഗുഫി പെൻഡിൽ, അങ്ങനെ കുറേ ഹിന്ദി ആർട്ടിസ്റ്റുകളും അതിൻ്റെ ഇടയിൽ ദിലീപും. അപ്പോൾ ബേസിക്കലി
ഒരു ഹിന്ദി സിനിമയിൽ ദിലീപിനെ അഭിനയിപ്പിക്കുക. ഇറ്റ് വാസ് എ ചിൽഡ്രൻ ഫിലിം ബേസ്. ആ കുട്ടികൾക്കുള്ള ഒരു 4 കുട്ടികൾ, വില്ലേജിലുള്ളൊരു കുട്ടികൾ, അവർക്ക് ഒരു പട്ടിക്കുട്ടിയെ കിട്ടുകയാണ്. ഒരു ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് ഏതോ വണ്ടിയിൽ നിന്ന് ആരോ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ പട്ടിക്കുട്ടി വീണുപോയി. അപ്പം വീണ പട്ടിക്കുട്ടീനെ ഇവർക്ക് കിട്ടുകയാണ് കൂട് കൊടുക്കണം. ആ വില്ലേജിലാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അവിടെ പട്ടികൾ അക്സെപ്റ്റഡ് അല്ല. സ്ട്രേ ഡോഗ്സോ അല്ലെങ്കിൽ വളർത്തു നായകളോ ആരും അവിടെ അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ എങ്ങനെയാണ് ഈ പട്ടീനെ ഒളിച്ച് വെച്ചുകൊണ്ട് ഇതിനെ വളർത്തുന്നതെന്നും ആ കുട്ടികൾക്ക് ഈ പട്ടിയോടുള്ള സ്നേഹം, അത് ഏത് കുട്ടികളാണെങ്കിലും അവർ നിഷ്കളങ്കരാണ്. അപ്പോൾ അവർക്ക് മൃഗങ്ങളോടുള്ള സ്നേഹം കാണിക്കുന്ന അതൊരു സിനിമ. അതിനകത്ത് ദിലീപ് എന്നുള്ള ക്യാരക്ടർ വരുന്നത് ഒരു വില്ലനിഷ് ക്യാരക്ടറായിട്ടാണ്. അവന് എന്ന് പറഞ്ഞാൽ ഈ അവിടെ വില്ലേജിനകത്ത് ഇങ്ങനെ ഒരു പട്ടി വരാൻ പാടില്ല എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് രാജ്പാൽ യാദവിൻ്റെ ക്യാരക്ടർ ഈ പട്ടിക്കുട്ടീനെ കൊണ്ട് ഇവർക്ക്, ആ രാജ്പാൽ ഒരു മെൻ്റലി കുറച്ചൊരു കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ കാണിച്ചത്. അങ്ങനെയാണ് ദിലീപിനെ ഈ പടത്തിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത് ഒരു കോമഡി സെറ്റപ്പ്, ഒരു 1 hour 30 minutesൻ്റെ ഒരു സിനിമ. സന്തോഷ് ദാമോദറായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്ത്. ഞങ്ങൾ ലോനാവാലയ്ക്കടുത്തുള്ള ഒരു വില്ലേജിലാണ് പോയി ഷൂട്ട് ചെയ്തതെല്ലാം. അന്നാണ് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടതാണത്. ബിക്കോസ് ഒഴിഞ്ഞ സ്ഥലമാണ്, ഒരു വില്ലേജ് മലയുടെ താഴത്ത്. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് അവിടെ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മോണിമെൻ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സതി നടന്നിരുന്ന മോണിമെൻ്റാണത്. കല്ലുകൊണ്ട് ഒരു എന്ന് പറഞ്ഞാൽ അതൊരു അമ്പലമാണോ എന്നും പറയാം, ഒരു ചെറിയൊരു വാതിൽ കാണാം. അപ്പം ഈ അന്നൊക്കെ സതിക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇവർ വന്ന് ഇതിനകത്തോട്ട് ഒരുക്കിയിട്ട്, നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് സതിയിൽ ചെതയിൽ ചാടുക എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഈ മോണിമെൻറ്റിൻ്റെ അവിടെ കാണാൻ സാധിച്ച ചെറിയൊരു വാതിലുണ്ട്. ഇതിലൂടെ ഈ ഭാര്യനെ അകത്തോട്ടങ്ങ് കയറ്റിയിട്ടിട്ട് ഇവർ ഈ കത്തുന്ന ഇതിലോട്ട് അങ്ങ് പിന്നെ ഈ വാതിൽ അടയ്ക്കുന്നതാണത്. അപ്പോൾ ആ മോണിമെൻ്റ് അവിടെ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഞാൻ ഈ സിനിമയും ഈ വില്ലേജും എല്ലാം മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അവിടെ ദിലീപിൻ്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് ദിലീപിനാണെങ്കിൽ ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദി ഒരു പ്രശ്നമില്ല, നീ പറഞ്ഞോ, കോമഡി ആയിരിക്കും പല ലാംഗ്വേജുകളും. അത് ഗുഫി പെൻഡിലും അതുപോലെ തന്നെ ഈ മറ്റേ ശക്തി കപൂറും എല്ലാവരും കോമഡി ക്യാരക്ടറായിരുന്നു. രാജ്പാൽ യാദവ് അന്ന് കത്തി നിൽക്കുന്ന സമയമാണ് കോമഡിയിൽ, ഹിന്ദി സിനിമയിലെല്ലാം. ശക്തി കപൂറും അതുപോലെ തന്നെ പ്രിയേട്ടൻ്റെ പടങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ കോമഡിയനായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലാണ് ഈ ദിലീപ് ചെല്ലുന്നത്. ദിലീപിൻ്റെ ടൈമിങ് കണ്ടിട്ട് അവരും അന്തം വിട്ടിട്ടുണ്ട്. കാരണം സൗത്തിൽ നിന്ന് വരുന്നൊരു കോമഡി ക്യാരക്ടർ, കോമഡി ചെയ്യുന്ന നല്ലൊരു ഹീറോ കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുടെ പ്രസൻസും ദി ഓൾ വർ എൻജോയും. പക്ഷേ അതിനിടയിൽ ദിലീപ് പരമാവധി ഹിന്ദി സംസാരിക്കാൻ ശ്രമിച്ചു നോക്കും. അതെല്ലാം ഞങ്ങൾക്കൊരു തമാശയായിരുന്നു. പക്ഷേ ദിലീപിനറിയാം അതിൻ്റെ വിഷമം എന്തായിരുന്നു. പക്ഷെ അവസാനം ഞാൻ ദിലീപിനെ കൊണ്ട് തന്നെ അത് ഹിന്ദി ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഡബ് ചെയ്ത് ഒരുവിധം ശരിയായി കിട്ടിയത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ മലയാളത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് യൂട്യൂബിനോ ആർക്കോ ഏതോ ചാനലിന് കൊടുത്തു സന്തോഷം. അതിനെന്തായെന്നുള്ളത്. കാരണം അതിന് ശേഷമാണ് നമ്മൾ ഇതിന് പോയത്, കുരുക്ഷേത്ര ഷൂട്ട് ചെയ്യാൻ പോയതും. പിന്നീട് അത് ഒരു സൈഡിലങ്ങ് പോയിട്ട് അതിൻ്റെ അവാർഡുകൾക്കൊക്കെ അയക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു, സെൻസർ കഴിഞ്ഞു. അതങ്ങനെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, വലിയ ചിലവൊന്നുമില്ലാതെ ചെയ്ത സിനിമയാണെങ്കിലും ആ സിനിമയ്ക്ക് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീപിൻ്റെ പല ഡിസിപ്ലിനും മാറിയിട്ടുണ്ട്. ദിലീപ് കാലത്ത് ചിലപ്പം അങ്ങോട്ട് വരാൻ വിഷമമൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ലൊക്കേഷനിൽ ദിലീപ് കറക്റ്റ് സമയത്ത് 9 മണിയാകുമ്പോഴത്തേക്കും ദിലീപോടെ എത്തും, ഷൂട്ട് ചെയ്യും. ഒരു ഡിസിപ്ലിൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഒന്നുമല്ല. അപ്പം എനിക്കൊന്ന് മനസ്സിലായി, നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റും പെരുമാറുന്നത്. നമ്മൾ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റും അതുപോലെ ഇങ്ങ് ഉഴപ്പും. അതില്ലെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അപ്പം രാജു പണ്ട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടൻ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ 6:55 നിൽക്കുമ്പോൾ ഞാൻ 6:50 വന്ന് നിൽക്കും. അതാണ് ഡിസിപ്ലിൻ എന്നത്. അത് ദിലീപ് അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവിടുത്തെ യൂണിറ്റ് മുഴുവൻ ഹിന്ദിക്കാരന്മാരായിരുന്നു. മലയാളി സൈഡ് ദിലീപിൻ്റെ അസിസ്റ്റൻറ്റ് കാണുമായിരിക്കും.
ദിലീപിൻ്റെ അസിസ്റ്റൻറ്റിനും ഈ ഹിന്ദിക്കാരന്മാരായിട്ട് ഡീൽ ചെയ്യാൻ പ്രശ്നമുള്ള സമയത്ത് ദിലീപ് ഇടപെട്ടിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. ബട്ട് ദെൻ ഇറ്റ് വാസ് എ ഫൺ വർക്കിംഗ് വിത്ത് എം ഇൻ എ ഹിന്ദി ഫിലിം. അതുപോലെ ആ സിനിമയുടെ ലൊക്കേഷനും അതെല്ലാം ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. ക്ലൈമാക്സിലൊക്കെ ദിലീപ് നമ്മളെ കരയിപ്പിച്ച് കളയുന്നൊരു സീക്വൻസ്, അത് രാജ്പാൽ യാദവും അതെ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ദിലീപ് ഈ കുട്ടികളെ മുഴുവൻ അഡോപ്റ്റ് ചെയ്തിട്ട് ഈ പട്ടിക്കുട്ടീനെയും എടുത്തുകൊണ്ട് പോകുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. കാരണം ദിലീപ് അതിനെ എങ്ങനെല്ലാം പരമാവധി അതിനെ ശല്യം ചെയ്യാൻ പറ്റുമെന്നെല്ലാം ശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവരെ എടുത്തുകൊണ്ട് പോകുന്ന ദിലീപിനെയും അതുപോലെ തന്നെ രാജ്പാൽ യാദവിനെയും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു ഷോട്ടിലാണ് നമ്മൾ ആ പടം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ഹിം. ആൻഡ് ദിലീപിനും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഹിന്ദി പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നിയില്ല ഇതുവരെ വേറെ ഏതെങ്കിലും ഹിന്ദി പടത്തിൽ ദിലീപ് അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അത് ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്. എനിവേ ദാറ്റ് വാസ് ഫൺ ഫോർ മീ. എന്തുകൊണ്ട് ദിലീപ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരുമായിരിക്കും. ഞാൻ ഈ സിനിമയിലൊക്കെ വന്ന് രണ്ടാമത്തെ പടം മിഷൻ 19 കഴിഞ്ഞിട്ട് പിന്നീട് പ്ലാൻ ചെയ്യുമായിരുന്നു, ഓക്കെ ദിലീപിനെ വെച്ചിട്ടൊരു പടം ചെയ്യാം എന്നുള്ളത്. അപ്പം ഈ കോമഡി ട്രാക്ക് ഞാനൊന്ന് കൈവച്ച് നോക്കിയതാണ്. അതിനകത്ത് എനിക്ക് മലയാളത്തിൽ നിന്ന് ബെസ്റ്റായിട്ട് തോന്നിയത് ഒരു ഹീറോ ക്യാരക്ടറുമാണ്. അതിനനുസരിച്ച് അതുപോലെ തന്നെ ടൈമിങ്ങിൽ ബെസ്റ്റായിട്ടുള്ള കൊമേഡിയൻ എന്ന് പറയുന്നത് ദിലീപ് തന്നെയാണ്. അപ്പം ദിലീപിനെ കൊണ്ടുപോകുന്ന സമയത്തുള്ള വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ബിലീഫ് അല്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ദിലീപിനെ ഇപ്പം മേക്ക് ബിലീഫ്. ദിലീപ് അത് എങ്ങനെയെങ്കിലും എനിക്ക് ലിപ്പ് കിട്ടിയാൽ മതി. ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എത്രയോ ഹീറോയിൻസിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദിലീപിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ നീ ഷൗട്ട് ചെയ്ത് പറയണ്ട, ഡയലോഗ് കൊടുത്തിട്ടുള്ളത് നീ ഷൗട്ട് ചെയ്ത് പറയണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അത് ഞാൻ പ്രേട്ടൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ളതാണത്. പ്രേട്ടൻ ലിപ്പ് മാത്രം തന്നാൽ മതി എന്ന് പറയും. ശരിയാണ്, ഇപ്പം നമുക്ക് ലിപ്പ് മാത്രം കിട്ടിയാൽ മതി. പക്ഷെ ഇവർ പറയുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ, അവരും കേൾക്കും അവർ ഈ പറയുന്നത് തെറ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷനാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അവർ കേൾക്കാതിരിക്കാനാണ് വെറും ലിപ്പ് തന്നാൽ മതി എന്ന് പറയുന്നത്. ആ ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ലിപ്പായിരിക്കും. നേരെ മറിച്ച് അവർ സൗണ്ട് ഇട്ടിട്ട് ആ ഹിന്ദി വേർഡ് ഒരു മലയാളി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മലയാളം പറയുന്ന ഹിന്ദിക്കാരാണെങ്കിലോ അത് ഡെഫിനറ്റായിട്ടും ലിപ്പ് സിങ്ക് ആവില്ല. ഇതൊരു ടെക്നിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അത് ദിലീപിൻ്റെ ആ പടത്തിനകത്ത് അത് യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് പിന്നെ ദിലീപ് എന്നാണ് എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ഓഫ് ലൈറ്റ് അങ്ങനെ വലിയ ടച്ചിലൊന്നും ഇല്ലെങ്കിലും എപ്പോൾ കണ്ടാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു ബന്ധം, എനിക്ക് സിനിമാ ഫീൽഡ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടായിരുന്നു യെസ് ദിലീപ് വാടാ എന്നുള്ളത്. അങ്ങനെ 10 ദിവസമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള അവിടെ. ആ ഷൂട്ടിങ്ങിൽ പടം തീർത്തിട്ട് പോന്നു. അപ്പോൾ അത് സിനിമയിൽ എങ്ങനെയാണല്ലോ, നമ്മൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആര് സിങ്കാവുന്നു അല്ലെങ്കിൽ ആരായിട്ട് നമുക്ക് ബ്ലണ്ടായിട്ട് പോകാൻ പറ്റും എന്നുള്ള ആളുകളെ. അതുകൊണ്ടായിരുന്നു ബേസിക്കലി ഞാൻ ആ സിനിമയ്ക്ക് ദിലീപിനൊരു എൻട്രി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ അത് കയറി ഹിറ്റായിരുന്നെങ്കിൽ ദിലീപ് എന്നുള്ള ഒരു കോമഡിയനെ ഹിന്ദിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും കൂടെ ആയിരുന്നു എൻ്റെ ഒരു താല്പര്യം എന്നുള്ളത്. അത് നടന്നില്ല. അതായിക്കോട്ടെ, ബട്ട് വി ട്രൈഡ്.